ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡോനറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഡോനറ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ കാണില്ല, വലിയവർക്ക് ഇഷ്ടമാണ്. പുറത്തുനിന്ന് ഡോനറ്റ് വാങ്ങാൻ നല്ല റേറ്റ് ആണല്ലേ, പക്ഷേ ഈസി ആയിട്ട് അധികം ചിലവൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോനറ്റാണ്. ഇഷ്ടമുള്ള ടോപ്പിങ്സിൽ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് ഡോനറ്റിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ml ആണ്. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല എങ്കിൽ ഈ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അതിന് ശേഷം ബാക്കി ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസ് മുട്ട ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 2.25 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവമാണ്. നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. അപ്പോൾ ഉണ്ടാക്കുന്നതിന് 2 മണിക്കൂറെങ്കിലും മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് ഇതുപോലെ കുഴച്ചെടുക്കുക. ഇപ്പോഴും കയ്യിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. 1 മണിക്കൂർ മാറ്റി വയ്ക്കുമ്പോൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എണ്ണ തടവി കൊടുക്കുന്നത്. താഴ്ഭാഗത്തും ഒന്ന് ചെറുതായിട്ട് എണ്ണ ആക്കി കൊടുക്കുക. അപ്പോൾ അതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോഴും ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. കയ്യിലൊന്ന് എണ്ണ തടവി കൊടുക്കുക. നമുക്കിത് ഒരേ വലിപ്പത്തിലുള്ള 12 പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ഇത് നമുക്ക് 12 പീസുകളായിട്ട് മുറിച്ചെടുക്കാം. 12 പീസായിട്ട് മുറിച്ചാൽ തന്നെ വലിപ്പമുള്ള ഡോനറ്റാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുതാക്കി മുറിച്ചെടുക്കാം. നമ്മൾ എത്ര മാവാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വലിപ്പത്തിലായിരിക്കും വറുത്തെടുക്കുമ്പോൾ ഡോനറ്റ് കിട്ടുന്നത്. ചെറുത് മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഇത് നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം. ഇതുപോലെ ബാക്കിലോട്ടാക്കി കൊടുക്കുക. അപ്പം നല്ല റൗണ്ട് ഷേപ്പിലായി വരും. ഇനി നമുക്ക് താഴെ വെച്ചിട്ട് കൈകൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം. ഇനി ഡോനറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നടുക്ക് ഒരു കുപ്പിയുടെ അടപ്പ് കൊണ്ട് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഈ കട്ട് ചെയ്തെടുത്ത മാവ് കളയണ്ട. ലാസ്റ്റ് എല്ലാത്തിൻ്റെയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതൊരു ഡോനറ്റാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാം. 15 മിനിറ്റ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത്. എണ്ണ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ പാത്രം എടുത്താൽ കുറച്ച് എണ്ണ എടുത്താൽ മതി. വലിയ പാത്രം എടുത്താൽ അധികം എണ്ണ നമുക്ക് വേസ്റ്റായി പോവും. തീ സിമ്മിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്കിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അകമൊക്കെ നന്നായിട്ട് വെന്ത് വരണം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ ഡോണറ്റായിട്ട് ഇട്ട് കൊടുക്കാം. താഴെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആയി തുടങ്ങുമ്പോഴേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടിയിട്ടാൽ അകമൊന്നും വെന്ത് കിട്ടില്ല. താഴ്ഭാഗവും ഇതുപോലെ ആയി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കുക.
വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഞാൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ടോപ്പിങ്സ് ചെയ്തെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ടോപ്പിംഗ് ചെയ്യാൻ പറ്റുന്നത് പഞ്ചസാര പൊടിച്ചെടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പിലിട്ടതിന് ശേഷം മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. വെറുതെ ചോക്ലേറ്റ് സിറപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സ്ട്രോബെറി സിറപ്പ് ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. അപ്പോൾ അതാ ഞാൻ ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടയിൽ പോയി നല്ല വില കൊടുത്തിട്ട് ഡോണട്ടൊന്നും വാങ്ങാതെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും നിങ്ങൾ തയ്യാറാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ, നല്ല ടേസ്റ്റാണ്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, കണ്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.